പുറകേന്ന് വിളിക്കല്ലേ. എല്ലാം എടുത്തോ? എല്ലാം എടുത്തോ, എനിക്ക് അറിയാം. പൈസ ഒക്കെ എടുത്തു വെച്ചോ നോക്ക്. ആവശ്യത്തിനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. ഞാനും കൂടി വരാന്ന് പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. എന്തിനാ? അത് ദൂരത്തല്ലേ. എന്റെ പരീക്ഷ എഴുതാൻ ഞാൻ ഒരാൾ പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. പിന്നെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിന് ചെലവ്, വണ്ടിക്ക് കൂലി അത്രയാകും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാലും കാര്യമുണ്ട്. കാര്യമുണ്ട്, എനിക്കറിയാം. ഞാൻ കഴിച്ച കുമ്പളങ്ങയ്ക്ക് വരെ കണക്ക് ശരിക്കല്ലേ. എന്റെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. പണ്ടേ ഞാൻ ഈ വാശി കാണിക്കേണ്ടതായിരുന്നു. എടി നീ PSC പരീക്ഷയ്ക്ക് പോണല്ലേ ഉള്ളൂ. ഇനി PSC പരീക്ഷ എഴുതി അത് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ആദ്യത്തെ കുറച്ച് ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജോലിയെ കിട്ടൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പരീക്ഷ എന്തായാലും ഞാൻ ജയിക്കും. കാരണം ഞാൻ ദൈവത്തിനോട് അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ കണക്ക് പറച്ചിലൊന്നും കേൾക്കണ്ടല്ലോ. എനിക്ക് ശമ്പളം കിട്ടിയാ പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റേ ഹാൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ കാര്യം നോക്കാൻ ഞാൻ സ്വയം പര്യാപ്ത ആയേ പറ്റുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു. ശരി. അയ്യോ വേണ്ട, ഓട്ടോറിക്ഷയ്ക്ക് ആകുമ്പോ അധിക ചെലവല്ലേ. 15 രൂപ കൂടുതലാവും. ഞാൻ ഇവിടെ നടന്നിട്ട് ഒരു ബസ്സിൽ കയറി പോയിക്കോളാം. അല്ല, ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് ദേഷ്യപ്പെട്ട് പോയാലേ ഞാൻ ജയിക്കുള്ളൂ. എനിക്ക് വാശിയുണ്ട്, നല്ല വാശിയുണ്ട് കേട്ടാ. PSC പരീക്ഷ അവക്കും വിവരം വെച്ച് നീ അല്ലെങ്കിലും പോരടാ. നീ പോരാ. ഈ പോക്ക് കണ്ടിട്ടുണ്ടല്ലോ, ഇപ്രാവശ്യം മൊയില് ചാവും. ചക്ക വീണാലല്ലേ ചാവൂ. ചക്കയും വീഴും, മൊയിലും ചാവും. അവക്ക് ജോലി ഒന്ന് കിട്ടിയിട്ട് വേണം. അവളെ കൂടെ എടാ, അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി കണക്ക് പറച്ചിൽ കൂടുതലാ. അത് ഇതോടുകൂടി അവസാനിക്കും. നിന്റെ അഹങ്കാരത്തിന് ഇവിടെ ഇങ്ങനെ നിൽക്കണ 2 കൊമ്പുണ്ടല്ലോ, അത് അവളിങ്ങനെ ഒടിക്കും. അതെനിക്ക് ഇവിടെ നിന്ന് കാണണം. എന്നിട്ട് എന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല.